ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പൈസി മാംഗോ കൂളർ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി നല്ല പഴുത്ത 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നാരങ്ങ വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് വറ്റൽമുളക് 3 എണ്ണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്കിനെ വെറൈറ്റി ആക്കുന്നത്. പിന്നെ സോഡ വേണം, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ് വേണം, പുതിനയിലയും വേണം. അതിപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഞാൻ, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് പുതിനയിലയാണ്. ഇവിടെ ഞാനൊരു 6 ഇല പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും വേണം, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പിൽ നിന്നും 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ ഇരിക്കുക. ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ് ഇട്ട് കൊടുത്താൽ മതി. എരിവും പുളിയും ഉപ്പും മധുരം എല്ലാം കൂടി ചേർന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോഡ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പിച്ചെടുത്ത സോഡ വാട്ടർ വേണം എടുക്കാൻ. പിന്നെ നമ്മളിത് കുടിക്കുമ്പോൾ സ്ട്രോ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ പുതിനയിൽ വെച്ചിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാരങ്ങയുടെ സ്ലൈസസും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പൈസി മാംഗോ കൂളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മാംഗോ സ്പൈസ് കൂളർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്